10ാം ക്ലാസ്സിലെ എൻ്റെ കുഞ്ഞുമക്കളെ മറ്റന്നാളത്തെ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് സാർ ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്കറിയാം എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അല്ലേ. ഓരോ ചോദ്യം വായിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തുള്ള സന്തോഷം ചിലപ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇതെനിക്കറിയുന്ന ചോദ്യമാണ്, ഇതെനിക്കറിയുന്ന ചോദ്യമാണ്. പക്ഷേ പേപ്പറിലേക്ക് വരുമ്പോൾ എന്താണെന്നറിയില്ല, കൃത്യമായി നമ്മൾ വിചാരിച്ചതുപോലുള്ള ഉത്തരം വരുന്നില്ല. അത് പലർക്കും നേരിടുന്ന പ്രശ്നമാണ്. ചിലരെന്ത് ചെയ്യും, അറിയുന്ന ഉത്തരം വലിച്ചു വാരി അങ്ങ് എഴുതിയിട്ട് ഒരു 10 പേജൊക്കെ എഴുതി വെച്ചിട്ട് അവസാനം 6 മാർക്കിൻ്റെ 2 ചോദ്യം എഴുതാതെ A+ എന്നത് ഒരിക്കലും കിട്ടാത്ത രീതിയിൽ എഴുതിപ്പോരും. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ എങ്ങനെയാണ് ഓരോ ചോദ്യത്തിനെയും നേരിടേണ്ടതെന്ന് ഇപ്പോൾ പറയാൻ പോവാം. കേട്ടോളൂ. നമുക്ക് ആദ്യത്തെ 5 ചോദ്യത്തിൽ 4 എണ്ണം എഴുതാനുള്ള വൺ വേർഡാണ് അല്ലേ. വൺ വേർഡാണ്, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ് ഉണ്ടാവുക. അതിൽ നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ, അതിന് തൊട്ട് മുമ്പ് കോൾ ഓഫ് ടൈം എന്ന് പറയുന്ന 15 മിനിറ്റ് കൊണ്ട് നമ്മൾ അതിൻ്റെ ഉത്തരമൊക്കെ കണ്ടെത്തി കാണുമല്ലോ. പിന്നെ നമുക്ക് എന്താ ചെയ്യാനുള്ളത്, അത് പേപ്പറിലേക്ക് പകർത്താനേ ഉള്ളൂ. അതുപോലെ 2 മാർക്കിൻ്റെ 2 ചോദ്യം എഴുതാനുണ്ടാവും. 2 സെൻറ്റൻസിന് അപ്പുറത്തേക്ക് എഴുതേണ്ടതില്ല. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് രണ്ടും കൂടെ നമുക്ക് 10 മിനിറ്റിനുള്ളിൽ എഴുതാൻ നമുക്ക് സാധിക്കണം. മനസ്സിലായോ? 10 മിനിറ്റ് മാക്സിമം ആണ്. ഒരു 7 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് തീർത്താൽ ഏറ്റവും നല്ലത്. കാരണം എന്താ, നമ്മുടെ കയ്യിൽ ആകെയുള്ളത് 90 മിനിറ്റാണ് അല്ലേ. 13 ചോദ്യം എഴുതാൻ നമുക്കുള്ളത് 90 മിനിറ്റാണ്. ആ 90 മിനിറ്റിൽ 7 മിനിറ്റോ മാക്സിമം 10 മിനിറ്റോ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളത് 80 മിനിറ്റാണല്ലോ. 4 മാർക്കിൻ്റെ 5 ചോദ്യം എഴുതാനുണ്ട് അല്ലേ. 6 മിനിറ്റ് നിങ്ങൾ അതിനൊന്നിനെടുത്തു എന്ന് കരുതൂ, 6 മിനിറ്റ് എടുത്തു എന്ന് കരുതൂ. അങ്ങനെയാണെങ്കിൽ എത്രയായി, 30 മിനിറ്റ് അതിന് വേണ്ടു. അപ്പം 30ഉം 10ഉം 40 മിനിറ്റ്. പിന്നെ എത്രയുണ്ട്, 50 മിനിറ്റ് നിങ്ങൾക്കുണ്ട് അല്ലേ. പിന്നെ 6 മാർക്കിൻ്റെ 2 ചോദ്യം എഴുതാൻ നിങ്ങൾക്ക് 15 മിനിറ്റ് പോരെ, 15 മിനിറ്റ് മാക്സിമം പോരെ. അപ്പോൾ എത്രയായി, 15 5 30, 10 മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കിട്ടും. അവസാനത്തെ ചോദ്യം എല്ലാം ഒന്ന് വായിച്ച് നോക്കി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കാൻ നിങ്ങൾക്ക് 10 മിനിറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, 4 മാർക്കിന് നിങ്ങൾ അരപ്പുറത്തിൽ കവിയാതെ എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം നിങ്ങളുടെ ഉത്തരം പൂർണ്ണമായിട്ടില്ല നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഒരു 1/4 പേജും കൂടെ, അതായത് 3/4 പുറം നിങ്ങൾ എഴുതാം. 6 മാർക്കിൻ്റെ ചോദ്യം ഒരു പുറത്തിൽ കവിയാതെ എന്നാണ് നിങ്ങളോട് പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഉത്തരം വീണ്ടും വീണ്ടും എഴുതണം തോന്നുകയാണ്. എന്ത് ചെയ്യാം, 1/4 പുറം എടുക്കാം, മാക്സിമം 1.5 പുറം എടുത്തോളൂ. അതിൽ കൂടുതൽ എഴുതരുത്, എഴുതിയിട്ട് കാര്യമില്ല. നിങ്ങൾ കുറേ എഴുതിയത് കൊണ്ട് 6 മാർക്ക് 12 മാർക്ക് ആവില്ല കുട്ടികളെ. 6 മാർക്കിൻ്റെ ചോദ്യത്തിന് 6 പ്രധാന പോയിന്റുകൾ വെച്ച് നിങ്ങൾ എഴുതണം, അതാ ഉദ്ദേശിക്കുന്നത്. അപ്പം 6 മാർക്കിന് 1/4 പുറം. ഇങ്ങനെ ടൈം മാനേജ്മെൻറ്റ് ചെയ്താൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അവസാനം 10 മിനിറ്റ് കിട്ടും. ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് അഡീഷണൽ ചോദ്യങ്ങൾ എഴുതണമെങ്കിൽ എഴുതുകയും ചെയ്യും. അപ്പം മറക്കരുത്. ഇതിനൊക്കെ ഏറ്റവും പ്രധാനം എന്താണെന്ന് അറിയാം മക്കളെ, നിങ്ങൾ ഇന്നത്തെയും നാളത്തെയും മറ്റന്നാളത്തെ മോർണിംഗ് ബൂസ്റ്ററും നിർബന്ധമായും പങ്കെടുക്കുക. അതിൽ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ആ ചോദ്യങ്ങളുടെ ഉത്തരം വരിക എന്നുള്ളത് ഉത്തരം തന്നെ ചർച്ച ചെയ്യും നാളെ രാത്രി. ഇന്ന് പാഠഭാഗങ്ങൾ മുഴുവൻ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ 3 ലൈവും കണ്ട് നിങ്ങൾ ഈ ടൈം മാനേജ്മെൻറ്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് A+ കിട്ടും മക്കളെ.